ദുരിതാശ്വാസ ക്യാമ്പ് വിടാൻ തയ്യാറാകാതെ പ്രതിഷേധവുമായി അടിമാലി മണ്ണിടിച്ചിൽ ദുരിതബാധിതർ. ജില്ലാ കളക്ടർ നൽകിയ ഉറപ്പ് പാഴായി എന്നാണ് അവർ പറയുന്നത്. ക്യാമ്പ് വിട്ടവർക്ക് അടിയന്തര സഹായം ലഭിച്ചില്ലെന്നാണ് പരാതി. പിന്നീട് ലഭ്യമാക്കുമെന്ന് NHAI പ്രതികരിച്ചു. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. ലാൽകൃഷ്ണൻ ചേരുന്നുണ്ട് ഏറ്റവും പുതിയ വിവരങ്ങളുമായി. ലാൽ, NHAIയുടെ ഉറപ്പ് അവർ മുഖവിലേക്ക് എടുക്കുന്നില്ലെങ്കിൽ എന്തുകൊണ്ടാണ്? ലക്ഷ്മി, NHAIയുടെ ഉറപ്പല്ല, ജില്ലാ കളക്ടർ നേരിട്ട് നൽകിയ ഉറപ്പാണ് ഇപ്പോൾ പാഴായിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടത്. 25 കുടുംബങ്ങളെ നേരത്തെ അവർ താമസിച്ച വീടുകളിലേക്കും 30 കുടുംബങ്ങളെ മറ്റു പുനരധിവാസ കേന്ദ്രത്തിലേക്കും മാറ്റും. തൽക്കാലം ഒരു വാടക വീട് എന്നതായിരുന്നു ജില്ലാ കളക്ടർ നൽകിയ ഉറപ്പ്. അതിന് 12,000 രൂപ വരെ വില വരുന്ന മാസം വാടക വരുന്നൊരു വീട് നിങ്ങൾക്ക് എടുക്കാം എന്നൊരു ഉറപ്പും കൂടി നൽകിയിരുന്നു. മാത്രമല്ല, സ്വന്തം വീടുകളിലേക്ക് മടങ്ങുന്നവർ, അതായത് സുരക്ഷിത സ്ഥാനമെന്ന് കണ്ടെത്തി സ്വന്തം വീട്ടിലേക്ക് മടങ്ങുന്ന 25 കുടുംബങ്ങൾക്ക് 10,000 രൂപ വെച്ച് അടിയന്തര സഹായം നൽകും എന്നൊരു ഉറപ്പും കൂടിയാണ് നൽകിയത്. പക്ഷേ ഇത് രണ്ടും തത്വത്തിൽ പ്രായോഗിക തലത്തിൽ നടപ്പായില്ല എന്ന് തന്നെ പറയേണ്ടി വരും. 25 കുടുംബങ്ങൾ തിരിച്ച് അവരുടെ സ്വന്തം വീടുകളിലേക്ക് മടങ്ങിപ്പോയി. പൈസയുടെ കാര്യം അത് അക്കൗണ്ടിൽ പിന്നീട് വരും എന്നൊരു ഉറപ്പാണ് NHAI അധികൃതർ നൽകിയിരിക്കുന്നത്. മറ്റ് 30 കുടുംബങ്ങൾ അവർക്ക് പോകാനിടമില്ല. അവരുടെ വീടെല്ലാം മണ്ണിൻ്റെ അടിയിലാണ്. മറ്റു പലരുടെയും വീട് എപ്പോൾ വേണമെങ്കിലും മണ്ണെടുക്കാം എന്നൊരവസ്ഥയിൽ നിലനിൽക്കുന്നുണ്ട്. അവരെങ്ങോട്ട് പോകുമെന്ന ചോദ്യത്തിന് ഇന്നലെ നൽകിയ മറുപടി തൊട്ടടുത്തുള്ള മാർ ബസൂലിയസ് കോളേജിലേക്ക് തൽക്കാലം ഇവരെ താമസം മാറ്റും എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ മാറാൻ നിൽക്കുന്നവർക്ക് പകരം ഒരു വീട് കൂടി കണ്ടെത്തേണ്ടതുണ്ട്. മാർ ബസൂലിയസ് കോളേജ് താൽക്കാലിക ഒരു ആശ്വാസ കെട്ടിടം മാത്രമാണ്. അങ്ങനെ വീട് കണ്ടെത്താൻ പോകുന്ന സമയത്താണ് വാടക അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ തീരുമാനിക്കാൻ കഴിയില്ല എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയത്. അതായത് അഡ്വാൻസ് ആയിട്ട് 50,000 രൂപ അടക്കം ഇപ്പോൾ കൊടുക്കേണ്ടതുണ്ട്. ഉടുതുണി അല്ലാതെ മറ്റൊന്നുമില്ലാതെയാണ് ഇവർ ക്യാമ്പിലേക്ക് വന്നത്. ഇവരെങ്ങനെ ഈ അഡ്വാൻസ് തുക നൽകും എന്ന കാര്യം ചോദിക്കുമ്പോൾ ജില്ലാ ഭരണകൂടത്തിനോ NHAIക്കോ ഇതിനകത്ത് യാതൊരു ഉത്തരവാദിത്തമില്ല. മന്ത്രി റോഷി സിംഗ് അടക്കമുള്ള ആളുകൾ ഇന്നലെ പറഞ്ഞത് ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം ദേശീയപാത അതോറിറ്റിക്കാണ്, അവർ ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്യും എന്നതാണ്. പക്ഷേ പറഞ്ഞിട്ട് പോയതല്ലാതെ പ്രത്യേകിച്ച് ഇതിനകത്ത് നടപടികളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ ഇനി ഉറപ്പ് എഴുതി തയ്യാറാക്കി തരാതെ ഇവിടെ നിന്ന് പോകില്ല എന്ന് ഒരു നിർബന്ധ ബുദ്ധിയോടുകൂടിയാണ് ഇപ്പോൾ അവർ നിൽക്കുന്നത്. അതിൻ്റെ പ്രതിഷേധത്തിന് പ്രധാന കാരണം എന്ന് പറയുന്നത് വാടകയ്ക്ക് പോകാനുള്ള പണം അവരുടെ കയ്യിലില്ല എന്നത് ഒന്നാമത്തെ കാര്യം. മറ്റൊന്ന്, താൽക്കാലികമായിട്ടാണെങ്കിലും ഈ ബസൂലിയസ് കോളേജിലേക്ക് പോയാൽ പിന്നീട് ഈ അധികൃതർ തിരിഞ്ഞു നോക്കും എന്ന കാര്യത്തിൽ അവർക്ക് യാതൊരു ഉറപ്പുമില്ല. കാരണം ആദ്യം തീരുമാനിച്ചത് ലൈഫ് മിഷൻ പദ്ധതിയുടെ ഭാഗമായിട്ടുണ്ടാക്കിയ ഒരു ഫ്ലാറ്റിലേക്കാണ്. ആ ഫ്ലാറ്റ് ചോർന്നൊലിക്കുന്നത് കാരണം അവിടെ താമസിച്ചവർ തന്നെ ഉപേക്ഷിച്ച് പോയതാണ്. അതുകൊണ്ട് അങ്ങോട്ട് പോകാൻ കഴിയില്ല എന്ന നിർദ്ദേശം ആദ്യം തന്നെ പറയുന്നതാണ്. പകരം സംവിധാനം എന്ന രീതിയിലാണ് ബസൂലിയസ് കോളേജിലേക്ക് മാറ്റാം എന്ന നിർദ്ദേശം വന്നത്. പക്ഷേ ബസൂലിയസ് കോളേജിലേക്ക് പോയാലും വാടക വീട് എടുക്കുന്ന കാര്യത്തിൽ വാടകയുടെ തുക എപ്പോൾ തരും, അഡ്വാൻസ് തുക ആര് കൊടുക്കും എന്ന ചോദ്യങ്ങൾക്കൊന്നും ഇപ്പോൾ മറുപടിയില്ല. ഇത്തരം കാര്യങ്ങൾക്ക് കൃത്യമായ തീരുമാനം വന്നതിന് ശേഷം ഇപ്പോഴുള്ള ക്യാമ്പ് വിട്ടു പോകാം എന്ന നിലപാടിലേക്കാണ് ക്യാമ്പിൽ കഴിയുന്നവർ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഈ പ്രശ്നങ്ങളെല്ലാം നിലനിൽക്കുന്നുണ്ട് എങ്കിൽ പോലും ഇവരെ അഭിമുഖീകരിച്ചുകൊണ്ട് ഇവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആരും വന്നിട്ടില്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനം അടിമാലി പഞ്ചായത്താണ് നിലവിൽ ആ പ്രദേശത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം. പഞ്ചായത്ത് പ്രസിഡന്റിനോടോ മെമ്പറോടോ ചോദിക്കുമ്പോൾ തങ്ങൾ സംസാരിക്കാം എന്നൊരു ഉറപ്പ് അവർ പറയുന്നുണ്ട്. പക്ഷേ ഇത് ആരോട് സംസാരിക്കും, ആര് തീരുമാനമെടുക്കും? ജില്ലാ ഭരണകൂടം പറയുന്നു നാഷണൽ ഹൈവേ അതോറിറ്റിക്കാണ് ഇതിന്റെ മുഴുവൻ ഉത്തരവാദിത്വം എന്ന് പറയുന്നു. ജില്ലാ ഭരണകൂടം ഇന്നലെ നൽകിയ ഉറപ്പുകളെല്ലാം പറഞ്ഞിട്ട് അവിടെ ഇറങ്ങിപ്പോകും. അവർ ക്യാമ്പിൽ നിന്ന് ഇറങ്ങാതിരിക്കുന്നത് പ്രതിഷേധം കൊണ്ട് മാത്രമല്ല, ഇറങ്ങിപ്പോയ കിടക്കാൻ എവിടെ പോയി കിടക്കും? അവർക്ക് വാടക കൊടുക്കാനാണെങ്കിൽ കയ്യിൽ 5 നയാ പൈസ ഇല്ല. എന്ത് ചെയ്യുമെന്ന പാവങ്ങളുടെ ദുരിതമാണ്. ആ ദുരിതം ആരെങ്കിലും ഒക്കെ കേൾക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.